എല്ലാവർക്കും സ്പോർട്സ് പൾസിലേക്ക് സ്വാഗതം. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായിട്ടുള്ള 4ാം തോൽവി അടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ഉള്ള ജയങ്ങൾ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ജയങ്ങൾ കൊണ്ടാണ് ശരിക്കും രാജസ്ഥാൻ റോയൽസ് അടുത്ത റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ഒരു തോൽവികളുടെ കൂടാരമാണ് രാജസ്ഥാൻ റോയൽസിന് കിട്ടിയത്. ഇന്നലെ ടോസ് നേടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് സ്കോർ ചെയ്യുകയായിരുന്നു. ജയ്സ്വാൾ 4 റൺസ് എടുത്ത് പുറത്തായി. അതേസമയം ഇന്നലെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബട്ട്ലറിന് പകരം രാജസ്ഥാൻ റോയൽസിൽ ഇറങ്ങിയ കാറ്റ്മോർ 23 ബോളിൽ 18 റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു സ്ലോ പിച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് മുമ്പുള്ള ആ പിച്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയക്കകത്ത് ഇന്ത്യ 200+ റൺസ് സ്കോർ ചെയ്തിട്ടും ഓസ്ട്രേലിയ മാക്സ്വെൽ അത് ചേസ് ചെയ്ത് മാക്സ്വെൽ 100 അടിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ കളിയിൽ ആ ഒരു പിച്ചിലായിരുന്നു ഇന്നലെ കളി. പക്ഷേ ഇന്നലെ പക്ക സ്ലോ പിച്ചായിരുന്നു അവർ ഒരുക്കിയത്. അങ്ങനെ സാംസൺ, നമ്മുടെ മലയാളി താരം സാംസൺ 18 റണ്ണാണ് എടുത്തത് ഇന്നലെ. അപ്പോൾ ഇന്നലെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിലെ നെടുന്തൂണായത് നമ്മുടെ ഈ സീസണിലെ മിന്നും ഫോമിൽ കളിക്കുന്ന റിയാൻ പരാഗ് തന്നെയാണ്. 34 ബോളിൽ 42 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. 6 ഫോറോട് കൂടിയ ഇന്നിങ്സിൽ ഏകദേശം 141 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് രവിചന്ദ്രൻ അശ്വിൻ ഉണ്ടായിരുന്നു. ഇന്നലെ 28 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. 19 ബോളിലാണ് അദ്ദേഹം 28 റൺസ് സ്കോർ ചെയ്തത്. 3 ഫോറും 1 സിക്സറും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. 147 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഇതിലെ പഞ്ചാബിൻ്റെ ബോളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ചഹാറാണ്. ഇതിലെ രാഹുൽ ചഹാർ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തിരുന്നു രാഹുൽ ചഹാർ. ഹർഷദ് പട്ടേൽ നല്ല സപ്പോർട്ട് കൊടുത്തു, അദ്ദേഹവും 2 വിക്കറ്റ് നേടിയിരുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ സാം കറൻ 3 ഓവറിൽ 24 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തിരുന്നു. പഞ്ചാബിൻ്റെ മറുപടി ബാറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പണേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പഞ്ചാബിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിച്ചത് ക്യാപ്റ്റൻ സാം കറൻ തന്നെയാണ്. സാം കറൻ്റെ 63 റൺസ് 41 ബോളിൽ 63 റൺസ് എന്ന വെട്ടിക്കെട്ട് ബാറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിനെ ശരിക്കും പറഞ്ഞാൽ തോൽവിയുടെ വക്കിൽ നിന്നും കരകയറ്റിയത്. അതുപോലെ ജിതേഷ് ശർമ്മ സാം കറന് നല്ല പിന്തുണ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ റിലേ റോസോ 22 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു 13 ബോളിൽ. 169 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് വളരെ നിർണായകമാണ്. ആ സ്ട്രൈക്ക് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്നലെ ആ പിച്ചിൽ. അശുതോഷ് ശർമ്മയാണ് ഫിനിഷ് ചെയ്തത്. 17 റൺസ് എടുത്തു 11 ബോളിൽ. രാജസ്ഥാൻ്റെ ബോളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ചഹാൽ 2 വിക്കറ്റ് എടുത്തു 4 ഓവറിൽ 31 റൺസ് വഴങ്ങി. പക്ഷേ ഇന്നലെ കളിയിലെ കേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ തന്നെയായിരുന്നു സാം കറൻ. 63 റൺസ് 41 ബോളിൽ സ്കോർ ചെയ്തു. അതോടൊപ്പം 3 ഓവർ 24 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ മുംബൈയെ മറികടന്ന് പഞ്ചാബ് 9ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 1 മാൻ ഷോ തന്നെയായിരുന്നു സാം കറൻ്റെ. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിന് ജയിക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ 2020 ഒരു 1 മാൻ ഷോ മതി ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ. അത് തന്നെയാണ് ഇന്നലെ IPL നടന്നത്.